കാസർഗോഡിലെത്തുമ്പോൾ അത് മോദി സാഹിബും സേതു പ്രസാദനും ദേവി തങ്കച്ചനും സാമൂഹ്യനടങ്ങിയ ഒരു ടീം തന്നെ അവരുണ്ടായി. ദുബായിൽ എന്നും എൻ്റെ ഒരു തണലായതിനെ മാറ്റി നിർത്തിയ പ്രിയപ്പെട്ട മുസ്ലിം ഏത് കാണുന്നില്ല ഷാജിയിലെത്തിയാൽ എൻ്റെ അച്ഛനെ പുരസ്കരിക്കുന്ന നാലേട്ടനുണ്ടായി. അജ്മാനിൽ പോയാൽ ജഗൂത്തമൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സഹോദരൻ എനിക്കുണ്ടായി. അങ്ങനെ യുടെ എല്ലാ ഭാഗത്തും പൊതുരംഗത്ത് ഒരു തണലുമായി എന്നെ എന്നും സംരക്ഷിച്ച, എനിക്ക് പിന്തുണ തന്ന് എന്നെ സഹായിച്ച എൻ്റെ ഒരുപാട് ഇരട്ട സഹോദരന്മാരാണ് ഈ ഗൾഫിൽ നിന്ന് ഞാൻ നേടിയ ഏറ്റവും ലാഭമായി ഞാൻ കാണുന്നത്. അതിൽ ഇടവാസയിൽ പോയി, ജമാലിക്ക പോയി, ഇപ്പോൾ 3 ദിവസമായി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. ദിവസമായി ഒരുപാട് പ്രത്യേകത എൻ്റെ സഹോദരന്മാരുടെ നാട്ടിൽ പോയാൽ അദ്ദേഹം ഫേസ്ബുക്കിലായാലും അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ ഫോണിലായാലും ഒരു മെസ്സേജ് ഇടയ്ക്ക് അയക്കുമായി. അത് മടിയായിരുന്നു. ഓഫീസായി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള അറിയില്ല. അവസാനമായ അബുദാബിയിൽ മകനെയും കാണാൻ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. പക്ഷെ അവസാനമായി എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല എന്നൊരു സങ്കടമാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത വന്നപ്പോൾ അതിന് ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട്ടുപോകുമെന്ന് കരുതിയില്ല. മരണം എപ്പോഴും ആർക്കും സംഭവിക്കണം. ഞാനും അറ്റാക്ക് കഴിഞ്ഞ് അദ്ദേഹത്തിൽ വാൾവൊക്കെ ഇട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ ചില മരണങ്ങൾ വല്ലാതെ വിലകഴിക്കും. അദ്ദേഹം പറഞ്ഞത് ആസക്തിയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആസക്തിയിൽ മാത്രമല്ല, പ്രവാസ ലോകത്ത് അദ്ദേഹം ഏത് കാര്യം ഏറ്റെടുത്താലും അതിന്റെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടാകുകയും IOC ആക്കി മാറ്റുന്നതിന് വേണ്ടി ധീരമായ നേതൃത്വം നൽകിയ നേതാക്കന്മാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ വ്യക്തിത്വം. ഇടവാസ ആയാലും ജയൻഖാനായാലും ബാലനായാലും മോദിനായാലും അങ്ങനെ എല്ലാവരും ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെയുണ്ട്. ആ നേതാക്കന്മാർ അതാണ് ഞാൻ സേവനത്തോടെ ഇന്നലെ യാത്രയിൽ വിളിച്ചപ്പോൾ ഇങ്ങനൊരു അനുസ്മരണം നടത്തണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ജമാൽ സാഹിബ് മരിച്ചപ്പോൾ ഇങ്ങനൊരു അനുസ്മരണം കൂടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇടവാസയ്ക്ക് മരിച്ചപ്പോൾ ഇങ്ങനൊരു അനുസ്മരണം സംഘടിപ്പിക്കാൻ എനിക്ക് നേതൃത്വം നൽകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ പിറകിൽ മറ്റൊരു പ്രചരണമാണ് നടക്കുക. ഭയമാണ്. എന്തെങ്കിലും നടത്താൻ ഇപ്പോൾ അനുസ്മരണം പോലും നടത്താൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് പൊതുരംഗം പ്രവർത്തനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് പാലാട്ടൻ ധൈര്യമായി പറഞ്ഞു, നമുക്ക് എന്തായാലും അനുസ്മരണം നടത്തണം, മോദിന്റെ അനുസ്മരണം നിർബന്ധമായി നടക്കണം എന്ന് ആശ്വസിച്ചു. തീർച്ചയായും അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ സന്നിഹിതമാണ്. അദ്ദേഹത്തിന്റെ മകളുടെ മരുമകൾ ഇവിടെ സന്നിഹിതമാണ്. അവർ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മരിച്ചതിന്റെ പിറ്റേന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം നമ്മൾ ദുബായിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയും മയ്യത്ത് നമസ്കാരമൊക്കെ നടത്തുകയും റാസൽ കൈമിയിലും അനുസ്മരണവും മയ്യത്ത് നമസ്കാരമൊക്കെ നടത്തുന്നുണ്ട്. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രവർത്തനമില്ല. അത് പ്രസംഗിച്ച പലരും പറയുകയുണ്ടായി. ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ച, ചെറിയ സ്ഥാനമൊന്നല്ല വഹിച്ചത്, യുഎഇയിലുള്ള സാധാരണ ഒരു പൊതുപ്രവർത്തകൻ വഹിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനങ്ങൾ മോദി സാഹിബ് വഹിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം നാട്ടിൽ പോയിട്ട് ഇതൊന്നും പറയാനോ അതിൻ്റെ ഒരു അവകാശവാദം ഉന്നയിക്കാനോ അതിന്റെ പേരിൽ ഒരു കസേര ഇട്ട് അദ്ദേഹത്തെ ആദരിക്കുവാനോ നാട്ടുകാർക്കും സാധിച്ചിട്ടില്ല. അദ്ദേഹവും അതിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം. പലരും എന്നോട് പറയുന്നുണ്ടായിരുന്നു, മോദി സാഹിബ് ഇത്രയും സ്ഥാനങ്ങളൊക്കെ വഹിച്ച മനുഷ്യനാണ്. നേരത്തെ പ്രസംഗിക്കും അദ്ദേഹത്തിന്റെ അയൽവാസി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗിക്കുണ്ടായി. ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് മോദി സാഹിബ്. അതാണ് മോദി സാഹിബ്. ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അവകാശവാദം ഉന്നയിക്കാണ്, അല്ലെങ്കിൽ തനിക്ക് തന്റെ സ്ഥാനം നിർമ്മിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ വഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പോലും അദ്ദേഹം ഒരിക്കൽ പോലും തയ്യാറായി. അദ്ദേഹത്തോടൊപ്പം ഒട്ടിരുന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അദ്ദേഹം ഇപ്പോഴും IOCക്കും അദ്ദേഹത്തെ പുതിയ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല
കോൺഗ്രസ്സുകാരുടെ ഒരു കൂട്ടായ്മ കൊണ്ടുവന്നപ്പോൾ YCC എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളുടെ കൊണ്ടുവന്നപ്പോൾ IOC അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബാലറ്റിന്റെ വീട്ടിൽ യോഗം ചേർന്ന് തീരുമാനിച്ചു IOC UAE പ്രവർത്തനം തൽക്കാലം നിർത്തിവെക്കുക. ഇനി IOC എന്ന് പറയുന്ന സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവർത്തനം നമുക്ക് തൽക്കാലം വേണ്ട, അതിനെ മരയിപ്പിക്കാം തീരുമാനമെടുത്ത് മിനിസിൽ രേഖപ്പെടുത്തിയാണ് നമ്മൾ വരുന്നത്. സത്യത്തിൽ ഇപ്പോഴും IOCയുടെ UAE പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ഏകം മൂർത്തിയാണ്. ചിലപ്പോൾ ഞാൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രസ്താവന കൊടുക്കാറുണ്ട്, ഇപ്പോഴും കൊടുക്കാറുണ്ട്. IOCയുടെ UAE ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ചില കാര്യങ്ങളിൽ ഞാൻ പ്രതികരിക്കാറുണ്ട്. എന്തുകൊണ്ടെന്നാൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ പ്രതികരിക്കേണ്ട വരുന്ന സാഹചര്യം വരുമ്പോൾ അതിന് ഒരു ബ്രാക്കറ്റിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു ന്യൂസ് വാല്യൂ ഇല്ല എന്ന് വരുമ്പോഴാണ് ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഉപയോഗിക്കുന്നത്. IOCയുടെ UAE ജനറൽ സെക്രട്ടറിയാണ് UAE പ്രസിഡന്റ് നൂറുദ്ദീൻ സാഹിബ്, ജമാൽ സാഹിബായി മരിച്ചുപോയ അദ്ദേഹമായിരുന്നു സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്. അങ്ങനെ വലിയ പ്രസ്ഥാനമായി ഇത് ഉയർത്തിക്കൊണ്ട് നേരത്തെ ജാബിർ പറഞ്ഞതുപോലെ ഒരു സംഘടനയ്ക്ക് അവകാശപ്പെടാൻ പറ്റാത്ത കാലത്ത് ഒരു ഏകദിന ക്യാമ്പ് ആസക്കൈമിൽ സംഘടിപ്പിച്ചപ്പോൾ അതിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. എന്റെ മുൻപന്തിൽ നൂറുദ്ദീൻ സാഹിബ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനെയും CP മുഹമ്മദ് MLA-യെയും ഈ UAE മണ്ണിൽ തന്നെ കൊണ്ടുവരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യമായിട്ടാണ് UAE മണ്ണിലേക്ക് കൊണ്ടുവരുന്നത്. ആ ക്യാമ്പിൽ സാധാരണ മറ്റ് ക്യാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഫുൾ ഡേ റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷന്റെ അകത്ത് നൂറുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ സ്വസാവേട്ടനും സേലുവും സാമുവേട്ടനും നമ്മുടെ TP ഉണ്ടെന്ന് CP ബേബി തങ്കച്ചനടക്കം ഒരു വലിയ ടീം നൂറുദ്ദീൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇത്രയും ഹൃദയം കൊണ്ട് സ്നേഹിച്ച മനുഷ്യൻ ഇപ്പം അദ്ദേഹം വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും വലിയ സ്ഥാനങ്ങൾ വഹിച്ച ഒരു മനുഷ്യൻ ആ മണ്ഡലത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് പോകുന്നത്. അവിടെ പോലും അദ്ദേഹത്തിന് ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാനം വഹിച്ചാലാണ് ഞാൻ വഹിക്കേണ്ട സ്ഥാനമല്ല ഇതെന്ന് പറയാൻ അദ്ദേഹത്തില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് മര്യാദകൾ പോലും നേരത്തെ ഫേസ്ബുക്കിലും അദ്ദേഹത്തിന്റെ സേവനം അദ്ദേഹം ചെയ്യുന്നത്. ഞാൻ ഏറ്റവും ഞാൻ വാടാനപ്പള്ളിയിൽ പോയിട്ടുണ്ട്. പക്ഷെ വാടാനപ്പള്ളിക്കാരനാണെന്ന് ഞാൻ മരിച്ചപ്പോഴാണ് പറയുന്നത്. ഞാൻ ഒരിക്കലും ചോദിച്ചിട്ടില്ല നൂറുദ്ദീൻ സാഹിബിന്റെ നാടെവിടെ എന്ന് ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ സുബൈദ എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന വാടാനപ്പള്ളിയിലെ വനിതാ നേതാവ്, സംസ്ഥാന മഹിളയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഞാൻ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഒരിക്കൽ പോലും നൂറുദ്ദീൻ സാഹിബ് വാടാനപ്പള്ളിയിൽ പിന്നെ എന്റെ അടുത്ത ബന്ധുവാണെന്നോ എന്റെ അയൽവാസിയാണെന്നോ എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുബൈദ അവരുടെ ഫേസ്ബുക്കിൽ നൂറുദ്ദീൻ സാഹിബ് മരിച്ച എന്റെ സഹോദരൻ വിട പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടു. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ വഹിച്ച പങ്കുകൾ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ് പറഞ്ഞാൽ പോലും അദ്ദേഹം മെനക്കെട്ടില്ല എന്നുള്ളതാണ് സംസാരം. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ ആരോ പറഞ്ഞതുപോലെ സാമൂഹ്യ പ്രവർത്തനം നടത്തുമ്പോൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും സ്വാഭാവികമാണ്. അത് നൂറുദ്ദീൻ സാഹിബിന് സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലാതെന്ന് ഞാൻ പറയുന്നില്ല. കാസർഗോഡിലെ ചില സംഘടനാ പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തെ ഇൻഗാസിന്റെ UAE വൈസ് പ്രസിഡന്റായ ശുപാർശ ചെയ്തതാണ്. പക്ഷെ നടന്നില്ല. അദ്ദേഹം OICC-യുടെ ഈ ബാലേട്ടന്റെ കീഴിലും സുഭാഷ് ചന്ദ്രബോസിന്റെ കീഴിലും വൈസ് പ്രസിഡന്റായി, വെറും വൈസ് പ്രസിഡന്റ് ആയിരുന്നില്ല. ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ, അജ്മാൻ അടക്കമുള്ള വലിയൊരു കമ്മിറ്റിയുടെ അദ്ദേഹം വൈസ് പ്രസിഡന്റ്. തുടർന്ന് പുതിയ സംഘടന വന്നപ്പോൾ ഇൻഗാസ് വന്നപ്പോൾ